സുഭാഷ് ബാബു മുൻ SP നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ സുഭാഷ് ബാബു, നമുക്കറിയാം കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുകയാണ് നമ്മുടെ പോലീസ് സേന. ശരിക്കും കൂട്ട ആത്മഹത്യകളും കൂട്ട പിരിഞ്ഞുപോക്കലും എല്ലാം ചേർന്ന് പോലീസ് സേന ആകെ അവതാളത്തിലാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പോലീസ് ഇങ്ങനെ പോവുകയാണെങ്കിൽ സംസ്ഥാനത്തിന്റെ ഗതി എന്താകും? ഇതിൽ സർക്കാരിന്റെ ഇടപെടലില്ല എങ്കിൽ ഇനിയും ഗുരുതരമായി തന്നെ പോകാനല്ലേ സാധ്യത? പോലീസ് സേന എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രദേശയോട് ജീവിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. അപ്പൊ അതിൽ കൈകടത്തില്ലാതെ സത്യസന്ധമായിട്ടും നീതിപൂർവമായിട്ട് പ്രവർത്തിക്കാൻ പോലീസ് സേനയ്ക്ക് കഴിഞ്ഞില്ലേ, അതോടുകൂടിയിട്ട് ജനങ്ങൾക്ക് അരക്ഷിതബോധം ഉണ്ടാകുകയും അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അവർക്ക് ഒരു ശുഭപ്രതീക്ഷയില്ലാതെ വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ പോലീസാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. ആ സാഹചര്യത്തിൽ പോലീസ് നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കാൻ അവർക്ക് ആവശ്യമായ പ്രവർത്തന സംവിധാനങ്ങളും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള സൗകര്യങ്ങളും കൂടുതൽ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഭരണ സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. പോലീസിനെ ഇപ്പോഴത്തെ സംബന്ധിച്ച് എന്താന്ന് പറഞ്ഞാൽ പോലീസിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുത്ത് അവരോടൊപ്പം നിന്ന് അവരുടെ ന്യായാന്യായങ്ങൾ ശരിക്കും രീതിയിൽ പരിശോധിച്ചിട്ട് ന്യായങ്ങളെ അവര് അംഗീകരിക്കുകയും അന്യായം ഉണ്ടെങ്കിൽ അതിനെ ആവശ്യമായ രീതിയിൽ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നതല്ലാതെ ഉത്തരവാദിത്വമില്ലാത്ത രീതിയിൽ എല്ലാം കെട്ടി പോലീസിന്റെ തലയെ വെച്ച് കൊടുത്തിട്ട് അവരെ കൊണ്ട് ഈ ദുഷ്ചെയ്തികളൊക്കെ ചെയ്യിക്കാൻ പ്രേരിപ്പിക്കപ്പെട്ട സംവിധാനങ്ങൾ രാഷ്ട്രീയമായാലും ഔദ്യോഗിക തലത്തിലായാലും ശരി, അവരെ അവസാനം ഈ ഡിവൈഎസ്പി മുതൽ താഴോട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ തലയെ കെട്ടി വെച്ചതിന് ശേഷം ബാക്കിയുള്ള ആളുകൾ കൈ കഴുകുന്ന, അതുപോലെ തന്നെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ പേരിൽ ചെയ്യപ്പെട്ടതിന് ശേഷം അത് പോലീസുകാർ മാത്രം അതിനകത്തില് ഇത് അപകടത്തിൽ ചെന്നപ്പെടുകയും ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ആ സാഹചര്യത്തിൽ വലിയ തീക്ഷ്ണമായ നിരാശാബോധം പോലീസ് സേനയിലുണ്ട്. അതുകൊണ്ടാണ് ഈ എങ്ങനെങ്കിലും പെൻഷൻ വാങ്ങി വീട്ടിൽ പോകാമെന്ന് വരച്ച വിരമിക്കലും അതുപോലെ തന്നെ ആത്മഹത്യാ പ്രവണത അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് മാനസിക സംഘർഷത്തിന് സഹായിക്കാൻ വേണ്ടിയിട്ട് സഹപ്രവർത്തകരോ മേലുദ്യോഗസ്ഥന്മാരോ ഗവൺമെന്റ് സംവിധാനമോ സഹായിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് പോലീസിൽ ഈ അരക്ഷിതാവസ്ഥയുള്ളത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വല്ലാത്തൊരു ദുസ്ഥിതിയാണ്. ഈ ഒരു ദുസ്ഥിതിയിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടി ഗവൺമെന്റ് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം. അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിനും നീതിപൂർവമായ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നതിന് ഉതകുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ള ഘടകമെന്ന് എനിക്ക് തോന്നുന്നു.